ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യൂസ് ഓൺ ട്യൂഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ബയോളജിയുടെ നാളത്തെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ചാപ്റ്ററിലെയും നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഹിന്ദി എന്താണ് അപ്ലോഡ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒന്ന് രണ്ട് വീഡിയോസ് നമുക്ക് വേണ്ട ഫോർമാറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആശയത്തിൻ്റെ ഫോർമാറ്റ്സ് നിങ്ങൾ കണ്ടിട്ട് പോയിക്കോളൂ കേട്ടോ, അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മലയാളം എന്തുകൊണ്ട് ഇട്ടില്ല എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഇല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള വീഡിയോസൊക്കെ, പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഇനിയുള്ള വീഡിയോസ് എല്ലാം നമുക്ക് സൂപ്പറായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. അറിയാം, നിങ്ങളുടെ ഓരോ ടൈമും വിലപ്പെട്ടതാണെന്ന് അറിയാം, അതുകൊണ്ട് നമ്മൾ സ്പീഡിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു. അപ്പോൾ ചാപ്റ്റർ 1 നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വരിക നോക്കാം. അപ്പോൾ ചാപ്റ്റർ 1 നമുക്ക് DNA ആൻഡ് RNA വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രോട്ടീൻ സിന്തസിസ് നോക്കണം. അതിലെ തന്നെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും വെവ്വേറെയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഇനി മെന്റിലിയൻ ഗ്രോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അത്രയ്ക്കധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ത് മെന്റിലിയൻ ഗ്രോസ് എന്ന് പറയുന്നത്. അതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറേ കുറവാണ്. ഇനി ചാപ്റ്റർ 2 നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാർവിനിസം അല്ലേ, പിന്നെന്താ ന്യൂറോൺ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്, ബ്രെയിൻ ഉണ്ട്. ഇത് 4 നമ്മൾ ഒന്ന് പഠിച്ചിട്ട് പോകുന്ന പറഞ്ഞാൽ ഒന്നൊന്ന് റീകോൾ ചെയ്തിട്ട് പോകും. കാരണം ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ നോക്കണോ ചോദിച്ചാൽ നോക്കണ്ട. എങ്കിലും ഒരു 90% നമുക്കിപ്പോൾ ക്രിസ്മസ് എക്സാമിന് പോർഷൻസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിലും 90 അല്ല, ഒരു 75. അപ്പോൾ ബാക്കിയുള്ള പെർസെൻറ്റേജ് എല്ലാം ഈ ഓണം എക്സാമിൻ്റെ പോർഷൻസ്, ഫസ്റ്റ് ടേമത്തെ പോർഷൻസ് തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതൊന്നും കൂടി നോക്കി വയ്ക്കാം. ഇനി ചാപ്റ്റർ 3 നമ്മൾ വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ നോക്കണം, ഐ, ഇയർ, അതേപോലെ സെൻസിങ് അതർ ഓർഗാനിസംസും കൂടി നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഓക്കെ അല്ലേ. ഐ എന്ന് പറയുന്ന നേരത്ത് അതിലുള്ള ലെയേഴ്സ്, ഏതൊക്കെ ലെയേഴ്സ് ആണെന്നുള്ളതും, അതേപോലെ തന്നെ വിഷൻ, അതേപോലെ തന്നെ എവിടെയാണ് വിഷൻ ഉണ്ടാവുന്നത്, അതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എന്ത് നോക്കാം, ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിസീസസും കൂടി എന്ത് ചെയ്യാൻ നോക്കിയിട്ട് പോകും. ഇനി ഇയർ ആണെന്നുണ്ടെങ്കിൽ ഇയറിൻ്റെ ആ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാവില്ലോ, ആ ഒരു ഫ്ലോ ചാർട്ടും അതേപോലെ തന്നെ നിങ്ങൾ എന്തുകൂടി നോക്കണം. എല്ലാത്തിനെയും സ്ട്രെച്ചേഴ്സ് ഒക്കെ നോക്കിയിട്ട് പോകും. ചിലപ്പോൾ നമുക്ക് റീഡ്രോ അല്ലെങ്കിൽ അടയാളപ്പെടുത്താൻ വരും. അപ്പോൾ സ്ട്രെച്ചേഴ്സ് നോക്കിയിട്ട് പോകും. എങ്കിലും മെക്കാനിസം അതേപോലെ തന്നെ ബാലൻസും കൂടി നോക്കുക. ഓക്കെ അല്ലേ. ഇനി സെൻസിങ് അതർ ഓർഗൻസ് എന്ന് പറയും, അത് നിങ്ങൾ നോക്കണം. ഇനി ചാപ്റ്റർ 4 നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡ്, ഗ്ലൂക്കോസ് ആൻഡ് കാൽഷ്യം റെഗുലേഷൻ, അഡ്രിനൽ ഗ്ലാൻഡ്, ഹൈപ്പോതലമസ് ആൻഡ് പിറ്റ്യൂട്ടറി, പ്ലാന്റ് ഹോർമോൺസ്, ഇവയെല്ലാം പഠിച്ചിട്ട് പോകാം. അറിയാം, ചാപ്റ്റർ 4 അത്യാവശ്യം കടുകട്ടിയായിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. നമുക്ക് കുറേ ഹോർമോൺസും എല്ലാം ഉള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു കോഡൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഇനി അടുത്ത ചാപ്റ്ററാണ് അഞ്ചാമത്തെ ചാപ്റ്റർ. ചില സ്കൂളിൽ എടുത്തിട്ടുണ്ടാവില്ല, ചില സ്കൂളിൽ എടുത്തിട്ടുണ്ടാവാം, ചിലത് പോർഷൻസേ കഴിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും നിങ്ങളുടെ സ്കൂളിൽ എടുത്ത് അതുവരെ പഠിക്കാൻ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ വരാൻ ചാൻസ് ഉള്ളത് നമുക്ക് അപ് ടു ഡിസീസസ്, അവിടെ വരെയാണ് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ അഞ്ചാമത്തേൽ പറയുമ്പോൾ ഇന്നേറ്റ് ആൻഡ് അക്യൂർഡ് ഇമ്മ്യൂണിറ്റി നോക്കണം, വാക്സിൻസ് നോക്കണം, ഡിസീസസ് നോക്കണം. ഡിസീസിൽ നിന്ന് മെയിനായിട്ടും ക്യാൻസർ, അതേപോലെ തന്നെ നിപ്പ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വൃത്തിക്കണം നോക്കിയിട്ട് പോകും. ഇനി NV എന്ന് പറഞ്ഞാൽ ഞാനൊരു ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എന്ന് പറഞ്ഞ സംഭവം ഇട്ടിട്ടുണ്ട്. ഇതെന്തിനാണ് ഞാൻ ഇട്ടിരിക്കുന്നതെന്ന് അറിയോ, ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയബറ്റീസ് അറിയാലോ 126 mg/dl, അത് കൂടിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്തെന്ന് പറയാം, വി ആർ ഡയബറ്റിക് എന്ന് പറയാം അല്ലേ. അപ്പോൾ അത് ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. അപ്പോൾ ആ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോകും. ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഏതൊക്കെ ടൈപ്പ്, ഏതൊക്കെ സബ്ജക്റ്റ്, എങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ മതി. ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.